നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. നാടൻ രീതിയിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഇരുന്നൊരുക്കാനും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ പറ്റിയൊരു റൈസാണിത്. സ്കൂളിലൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് വറുത്ത് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ നെയ്യിൽ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ബീൻസ് വഴറ്റുന്ന സമയത്ത് തന്നെ പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബീൻസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ ബീൻസ് ഒന്ന് വാടി വരണം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ട റൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് റൈസ് ഇവിടെ എടുക്കുന്നുണ്ട്. 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 പേർക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് കിട്ടും. നീളമുള്ള ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളം കളയണം. അതിനുശേഷം കുറച്ച് നെയ്യ് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അധികം കളർ മാറാതെ വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വറക്കണം. അരി വറക്കുന്ന സമയത്ത് തന്നെ ഈ അരി വേവിക്കാനുള്ള വെള്ളവും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എത്ര അളവിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി അളവിൽ വേണം വെള്ളം എടുക്കാൻ. ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5-6 ഗ്രാമ്പു, ഒരു 3-4 കഷ്ണം കറുവാപ്പട്ട, 2 ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെയൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ഈ സമയമായപ്പോഴേക്ക് ബീൻസൊക്കെ ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പിലും കൂടുതൽ ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തും കുറച്ച് പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതും ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെയുള്ള നാടൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ കുറച്ച് കൂടുതൽ കുക്കായി പോയാലും കുഴപ്പമില്ല. ഇപ്പോൾ ക്യാബേജും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഏകദേശം 1 കപ്പ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചേർത്തതിന് ശേഷവും കുറച്ച് ഉപ്പും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒരു മിനിറ്റിലും കൂടുതൽ മാത്രം ഇളക്കി കൊടുത്താൽ മതി. ക്യാരറ്റിന് അധികം വേവില്ല. മാത്രമല്ല ക്യാരറ്റ് ഒരുപാടങ്ങ് കുക്കാകേണ്ട ആവശ്യവുമില്ല. ഈ സമയമായപ്പോഴേക്ക് നേരത്തെ തിളയ്ക്കാൻ വെച്ചിരുന്ന വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് ഇതിലേക്ക് ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയും കറുവാപ്പട്ടയുടെയൊക്കെ ആ ടേസ്റ്റ് ഇറങ്ങി വരണം. ഈ സമയത്ത് ഇത് അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അരി വേവിക്കുന്ന പാത്രത്തിൻ്റെയും അരിയുടെയൊക്കെ ക്വാളിറ്റിയുടെ വ്യത്യാസം അനുസരിച്ച് വേവിലും കുറച്ച് വ്യത്യാസം വരും. ഒരു പ്രാവശ്യം വേവിക്കുമ്പോൾ ആ വേവിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് വെള്ളം കൂടുതലോ കുറവോ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയമായപ്പോഴേക്ക് നേരത്തെ ചേർത്ത ക്യാരറ്റും റെഡിയായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കൂടുതലായിട്ട് ആവശ്യമാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വേവിക്കാൻ വെച്ച റൈസ് റെഡിയായി വന്നൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി റൈസ് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുത്ത അരിയും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ഒരളവിൽ വെള്ളം ഒഴിക്കുമ്പോൾ റൈസ് നല്ല വിട്ട് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. നെയ്യ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് ബട്ടർ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ബട്ടർ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.